ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നക്ഷത്ര 1111ലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ഡിവൈൻ നൽകുന്ന ആ ഒരു മെസ്സേജ് എന്താണ് എന്ന് നോക്കാം. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അതിനാൽ നിങ്ങളുടെ സാഹചര്യങ്ങളുമായിട്ട് പോസിറ്റീവായിട്ട് തോന്നുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. ഫോഴ്സ്ഫുള്ളി ഒരു കാര്യങ്ങളും അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. ഈ ഒരു റീഡിങ് നിങ്ങളുടെ മുന്നിൽ എപ്പോൾ വന്നാലും അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത രീതിയിൽ എന്തോ ഒരു പ്രശ്നം നിങ്ങളുടെ മനസ്സിലുണ്ട്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു തോന്നലിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന വ്യക്തികളുടെ ഒരു എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പക്ഷേ നിങ്ങൾ ഈ ഒരു സമയത്ത് വളരെയധികം ഡിപ്രസ്ഡ് ആണ്. നിങ്ങളെ എന്തോ ഒന്ന് മുന്നോട്ട് പോകാൻ പറ്റാതെ കെട്ടിയിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാകാം. നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടാവാം. മനസ്സിൻ്റെ സമാധാനം തന്നെ ഒരുപക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും ചെയ്തു തീർക്കാൻ പറ്റാത്തതാവാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു മനസ്സമാധാനം തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ചിന്തകളിൽ നിന്നും മുക്തി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. അപ്പോൾ ഡിവൈൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു സന്ദേശം എന്തെന്നാൽ, നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ്. പ്രശ്നങ്ങൾ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾ സൈലൻ്റ് ആയിട്ടിരിക്കുവാനുള്ളൊരു എനർജിയിലേക്ക് വരാൻ ശ്രമിക്കുക. അതായത് ഈ ഒരു സമയം നിങ്ങൾ വളരെ കാമായിട്ടിരുന്ന് ആ ഒരു എനർജി സ്വീകരിക്കുക എന്നാണ്. നിങ്ങളുടെ ശ്വാസത്തെ നിങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ പോലും അറിയുന്നുണ്ടാവില്ല നമ്മൾ എത്ര തവണ ശ്വാസം എടുക്കുന്നുണ്ടെന്നോ അങ്ങനെയൊന്നും അറിയുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ശ്വാസത്തെ അറിയാൻ ശ്രമിക്കുക. അങ്ങനെ അറിയാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഡീപ്പായിട്ടുള്ളൊരു സൈലൻസ് എന്താണെന്നറിയുക. അപ്പോൾ ആ ഒരു സൈലൻസ് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും സ്പിരിച്വാലിറ്റിയിലേക്കൊക്കെ ഉള്ള ഒരു സ്റ്റെപ്പാണ് അത്. അപ്പോൾ അത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ ശ്രമിക്കുക എന്നാണ്. അതുപോലെ തന്നെ ഒരു ഫൈറ്റിംഗ് എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള വികാരങ്ങളെ, ചിലപ്പോൾ വിഷമങ്ങൾ, ദേഷ്യം, ഇവയൊക്കെ നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്ത് മുന്നേറാനുള്ളൊരു എനർജിയാണ് കാണുന്നത്. മാത്രമല്ല ഈ ഒരു സമയം നിങ്ങളുമായിട്ട് വാക്കുതർക്കത്തിനൊക്കെ ആരെങ്കിലും മുതിർന്നാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ മുൻപിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏതെങ്കിലും കാര്യങ്ങളൊക്കെ സംഭവിച്ചാൽ ഈ ഒരു സമയം നിങ്ങൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കും. കാരണം നിങ്ങൾക്കിവിടെ ക്ഷമയോടെ നിൽക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. നിങ്ങളോട് തർക്കത്തിന് വരുന്നവർക്ക് മുന്നിൽ അവരോട് തിരിച്ചെതിർക്കാതെ ക്ഷമയോടെ നിൽക്കും. തീർച്ചയായും നിങ്ങൾ വളരെ ക്ഷമയുള്ളൊരു വ്യക്തിയാണ്. അതുമാത്രമല്ല ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വിഷമങ്ങളുമായി, അല്ലെങ്കിൽ ജീവിത സാഹചര്യങ്ങളുമൊക്കെയായി ഫൈറ്റ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. അതായത് നിങ്ങൾ വളരെയധികം മാനസിക പ്രയാസം അനുഭവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതിനാൽ തന്നെ അതിൽ നിന്ന് എങ്ങനെയും പുറത്തു കടക്കണമെന്ന് ചിന്തിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ അതിനുവേണ്ടി മെഡിറ്റേഷൻ, യോഗ ഇവയൊക്കെ ചെയ്യുന്നതും ഈ ഒരു സമയം പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്തുന്നതിലൂടെയും നിങ്ങളുടെ സോളിനെ സന്തോഷപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ ഒരു ഹീലിംഗ് എനർജി ഇവിടെ കാണുന്നുണ്ട്. നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങളെയെല്ലാം നിങ്ങൾ ഹീല് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഈ ഒരു ഹീലിംഗ് നിങ്ങൾ നടത്തുന്നുണ്ടായിരിക്കാം. ഇപ്പോൾ റിലേഷൻഷിപ്പിൽ ഹീല് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ സ്വയം ഹീല് ചെയ്താലും അതൊരു ടൈം പീരീഡ് കഴിഞ്ഞേ നിങ്ങളിൽ നിന്ന് പോവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ പലതരത്തിലുള്ള ഹീലിംഗ് മൊറാലിറ്റീസൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഒരു മാറ്റം നിങ്ങൾക്ക് സംഭവിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ ദൈവം തന്നെ നിങ്ങളെ ഹീല് ചെയ്യാൻ തയ്യാറാവുന്നു എന്നാണ്. ഒരു ഹീലിംഗ് തന്നെ നിങ്ങൾക്കുള്ളിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്.
അപ്പോൾ ഈ ഒരു സമയം സമാധാനത്തിൻ്റെ എനർജിയിൽ, വളരെ സൈലൻ്റ് ആയിട്ടുള്ളൊരു എനർജിയിൽ ഇരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ്. അതായത് സന്തോഷത്തിലുപരി വളരെ സമാധാനമായിട്ടിരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങളിൽ എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിക്കൊണ്ടേയിരിക്കുന്ന ഒരു എനർജിയാണ്. തീർച്ചയായും ഇവിടെ വളരെ പീസ്ഫുള്ളായിട്ടുള്ളൊരു എനർജി നിങ്ങളിലേക്ക് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ ഈ ഒരു സമയം കുറച്ച് സമയം നിങ്ങൾ വെറുതെ ഇരുന്നാൽ പോലും നിങ്ങൾക്ക് ആ ഒരു എനർജി സ്വീകരിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുന്ന ഒരു ആളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഫോർമാലിറ്റിയും ഇല്ലാതെ മെഡിറ്റേഷൻ ആണെന്ന് വിചാരിക്കാതെ പോലും നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വെറുതെ ഒന്നിരുന്നാൽ പോലും ഈ ഒരു എനർജി നിങ്ങൾക്ക് കിട്ടുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ഈവൻ മെഡിറ്റേഷൻ ഒന്നും ചെയ്യാത്ത ആളാണെങ്കിൽ പോലും, ഹീലിംഗ് ഒന്നും ഇതുവരെ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പോലും, വെറുതെ നിങ്ങൾ കണ്ണടച്ചൊന്ന് സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്തിരുന്നാൽ പോലും നിങ്ങളുടെ സഹസ്രാരത്തിലൂടെ ഒരു എനർജി ഫ്ലോ ചെയ്യുന്നത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഈ പ്രശ്നങ്ങളെ ഹീൽ ചെയ്യണം എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടി ദൈവമായിട്ട് നിങ്ങൾക്ക് നൽകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് പോലെ ആവില്ല നമ്മളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. പ്രതീക്ഷിച്ച കാര്യങ്ങളാവില്ല പാസ്റ്റിൽ നടന്നതും അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതും. അപ്പോൾ നിങ്ങളിനി എന്തും നേരിടാൻ തയ്യാറാകുന്ന ഒരു എനർജി, നിങ്ങൾ ഫുള്ളി സറൗണ്ടർ ചെയ്ത് അങ്ങനെ ഇരിക്കുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. അതുപോലെ ഇതിനകത്ത് മൊറാലിറ്റി വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾക്കിവിടെ നിങ്ങളുടെ ഒരു മിസ്റ്റേക്ക് കൊണ്ട് മറ്റുള്ളവർ നിങ്ങളെ അധിക്ഷേപിക്കേണ്ട വന്ന ഒരു അവസ്ഥ അങ്ങനെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ച് വേദനിച്ചിരുന്ന ആൾക്കാർ, അതായത് നിങ്ങളുടെ പൈസ നഷ്ടമായി പോയതാവാം, അല്ലെങ്കിൽ ചില ട്രാപ്പിൽ പെട്ടുപോയതാവാം, അതല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ഏതെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ പുറത്തു പറഞ്ഞാൽ ആൾക്കാരെന്ത് വിചാരിക്കുമെന്ന് കരുതിയ ആൾക്കാർ, ചിലപ്പോൾ നിങ്ങളത് പുറത്തിപ്പോൾ പറയണ്ടെന്ന് കരുതിയിട്ടുണ്ടാവാം. അത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ആൾക്കാർ നിങ്ങളെക്കുറിച്ച് എന്ത് കരുതും, അങ്ങനെ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവം തന്നെ ഒരു വഴി കാണിച്ചിട്ട് അത് ഹീൽ ചെയ്യും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സ് പറയും പോലെ നിങ്ങൾ പ്രവർത്തിച്ച് മുന്നേറുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സ് പറയും അത് ഇന്ന് ചെയ്യണോ, അല്ലെങ്കിൽ അതിന്ന് ചെയ്യണ്ട, പിന്നീടാവാം. നിങ്ങളൊരു ആശയക്കുഴപ്പത്തിലാകും. അത് ശരിയാകുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ, അങ്ങനെ ഒരു ആശയക്കുഴപ്പത്തിലാകുന്ന ആ ഒരു സമയത്ത് നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത്, ആ ഒരു സമയം നിങ്ങളുടെ മനസ്സ് എന്താണോ പറയുന്നത് അതിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്വയം ഒരു തീരുമാനമെടുക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് പല കാര്യങ്ങളെക്കുറിച്ച് അതിൻ്റെ ശരിയും തെറ്റുമൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ സാധിക്കും എന്നാണ് കാണുന്നത്. പല കാര്യങ്ങളെക്കുറിച്ചുമുള്ള സത്യാവസ്ഥ തിരിച്ചറിയുന്ന ഒരു സമയം തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ മുന്നിൽ ഇപ്പോൾ 2 കാര്യങ്ങളുണ്ടെങ്കിൽ അതിൽ ഏത് തിരഞ്ഞെടുക്കണം എന്നൊരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ, അതായത് അതിപ്പോൾ റിലേഷൻഷിപ്പിലാവാം, അല്ലെങ്കിൽ ഫിനാൻസ് സംബന്ധമാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിലാവാം, അങ്ങനെ ഏത് ഒരു കാര്യത്തിലാണെങ്കിൽ പോലും ഇപ്പോൾ 2 തീരുമാനങ്ങളാവാൻ നിങ്ങൾക്കുള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കരിയറിൽ നോക്കുവാണെങ്കിൽ 2 ജോലികൾ ഒരേ സമയം നിങ്ങൾക്ക് 2 ജോലികൾ അതിൻ്റെ ഓഫർ വന്നിരിക്കാം. അപ്പോൾ അതിലേത് തിരഞ്ഞെടുക്കണം എന്നൊരു ആശയക്കുഴപ്പം ഉണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ നിങ്ങൾക്ക് 2 തീരുമാനങ്ങൾ ഉണ്ടാവാം. അതിലേത് സ്വീകരിക്കണം എന്നൊരു ആശയക്കുഴപ്പം നിങ്ങൾക്കുണ്ടാവാം. അങ്ങനെയൊരു അവസ്ഥയിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ അതിൽ ശരിയായത് തിരഞ്ഞെടുക്കുവാൻ നിങ്ങളുടെ മനസ്സ് തന്നെ നിങ്ങളെ സഹായിക്കും എന്നാണ്. നിങ്ങൾക്ക് സ്വയം ഉചിതമായ തീരുമാനത്തിൽ എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ വ്യക്തമാകുന്നത്. അതായത് നിങ്ങളുടെ ഇന്നർ വോയിസ് എന്താണോ പറയുന്നത് അത് നിങ്ങൾ ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാ കാര്യത്തിലും ഉചിതമായിട്ട് തന്നെ തീരുമാനമെടുക്കാൻ സാധിക്കും. നിങ്ങൾ
അത്തരത്തിലൊരു എനർജിയിലേക്ക് കടക്കുന്നു എന്നാണ് കാണുന്നത്. അതായത് നിങ്ങളിവിടെ ഹീല് ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നിങ്ങൾ വീണ്ടെടുക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇന്നർ വോയിസിന് നല്ലൊരു തീരുമാനം നിങ്ങളോട് പറയാനുണ്ടാകും. തീർച്ചയായും അത് നിങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ കൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ അറിയിക്കുക. വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നന്ദി.